ആരോഗ്യവകുപ്പിലെ ഗുരുതര അനാസ്ഥകളാണ് വീണ ജോർജിനെ തോൽപ്പിച്ചത് എന്ന് പാലക്കാട്ടെ വിനോദിനിയുടെ കുടുംബം. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പിഴവ് മൂലം വിനോദിനിക്ക് കൈ നഷ്ടപ്പെട്ടിട്ടും സർക്കാർ സഹായിച്ചില്ല. മകളുടെ തുടർ ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനുമുള്ള സഹായം തേടി ഓഫീസുകൾ കയറിയിറങ്ങി. വീണ ജോർജും LDF സർക്കാരും വാഗ്ദാനങ്ങൾ പാലിക്കാതെ കബളിപ്പിച്ചു. LDF സർക്കാർ 2 ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചത്. മകളുടെ കൈ നഷ്ടപ്പെടാൻ കാരണക്കാരായ ഡോക്ടർമാരെയും സർക്കാർ സംരക്ഷിച്ചുവെന്ന് കുടുംബം. വീണ ജോർജ് മേഡം ഇപ്പോൾ എന്താ തോൽക്കാൻ കാരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എത്ര അനാസ്ഥകൾ കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്, 1 2 ഒന്നുമല്ല, അധികം കൂടുതൽ അനാസ്ഥകൾ ഉണ്ടായിട്ടുണ്ടായത്. അതുകൊണ്ട് അതായിരിക്കും തോൽക്കാനുള്ള കാരണം. നമുക്ക് കുട്ടിൻ്റെ കാര്യമായതുകൊണ്ടാണ് നമ്മൾ പോയി കയറി ഇറങ്ങി ചോദിക്കുന്നത്. അപ്പോൾ അവർ അതിനോട് ചെയ്യാനുള്ള ഒരു ഇതെങ്ങനെ കാണിക്കണമായിരുന്നു. പക്ഷെ അവരിതൊന്നും ചെയ്ത് നമുക്ക് തന്നില്ല. പിന്നെ അവർ പൈസ കയറുന്ന നമ്മളോട് പറഞ്ഞത് 2 ലക്ഷം രൂപയിൽ കൂടുതൽ പൈസയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് കിട്ടി 2 ലക്ഷം രൂപ. ഡോക്ടർമാരെ ഇപ്പോൾ സംരക്ഷിക്കാനല്ലേ അവർ നോക്കുന്നത്. കാരണം അത്രയും നമുക്ക് ഇപ്പോൾ കുട്ടിൻ്റെ കൈ പോയതിലും അവർ പറയുന്നത് ഞങ്ങളുടെ ഇതിലല്ല, ഞങ്ങളുടെ അനാസ്ഥ കൊണ്ടല്ല അവർ സംഭവിച്ചെന്നാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇക്ബാൽ, നേരിട്ട് വഞ്ചനാപരമായ നിലപാട് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ പരാതി. സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിട്ട് അതിൽ വളരെ കുറവ് മാത്രമാണ് അവർക്ക് ലഭ്യമായത്. കാരണക്കാരായവർക്കെതിരെ നടപടിയുണ്ടായില്ല. ഒരുപാട് നീതി നിഷേധത്തിന്റെ കഥകളാണ് അവർക്ക് പറയാനുള്ളത്. മാധു, അതായത് ഇത്തവണ LDF സർക്കാരിനും പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനും എല്ലാം വലിയ രീതിയിലുള്ള പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിന് കാരണം ഈ ആരോഗ്യവകുപ്പിലെ അനാസ്ഥകളും പിഴവുകളും തന്നെയാണ് എന്നുള്ളതാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പിഴവിനെ തുടർന്ന് കൈ നഷ്ടപ്പെട്ട വിനോദിനിയുടെ കുടുംബം ആരോപിക്കുന്നത്. സംസ്ഥാനത്തെ പലയിടത്തും ഇത്തരത്തിൽ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പിഴവ് മൂലം നിരവധി ആളുകൾക്ക് പല രീതിയിലുള്ള അപകടങ്ങൾ സംഭവിച്ചു. വിനോദിനിക്ക് ഒരു കൈ നഷ്ടപ്പെട്ട സമയത്തും ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലുള്ള നടപടിയാണ് സ്വീകരിച്ചത്. ഈ കുട്ടിയെയും കുട്ടിയുടെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് പകരം ഈ പിഴവ് വരുത്തിയ ഡോക്ടർമാരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഈ ഡോക്ടർമാരെ സംരക്ഷിക്കാനുള്ള രീതിക്കുള്ള നടപടികളാണ് സ്വീകരിച്ചു പോയത്. കുട്ടിക്ക് ചികിത്സാ സഹായം ഉറപ്പാക്കാമെന്നും കൃത്രിമ കൈ നൽകാമെന്നുള്ളതെല്ലാം വാഗ്ദാനത്തിൽ മാത്രം സർക്കാർ ഒതുക്കി. ആകെ 2 ലക്ഷം രൂപ മാത്രമാണ് കുടുംബത്തിന് സർക്കാർ സഹായമായി നൽകിയത്. മാത്രമല്ല, ഈ ഡോക്ടർമാരെ പൂർണ്ണമായും സഹായിക്കുന്ന രീതിയിലേക്കുള്ള നടപടിയും സർക്കാർ സ്വീകരിച്ചു. ഇത് തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വീണ ജോർജിനെ ഈ കനത്ത പരാജയത്തിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളതാണ് വിനോദിനിയുടെ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. വിനോദിനിയുടെ മാത്രമല്ല, സംസ്ഥാനത്ത് നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ ഈ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഇത്തരത്തിൽ ചികിത്സാ പിഴവ് മൂലം വലിയ രീതിയിൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവരെല്ലാം ചേർന്ന് തന്നെയാണ് വീണ ജോർജിനെയും LDF സർക്കാരെയും പരാജയപ്പെടുത്തിയെന്നുള്ളതാണ് ഇപ്പോൾ വിനോദിനിയുടെ കുടുംബം പറയുന്നത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. വിനോദിനിയുടെ കുടുംബത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ആരോഗ്യവകുപ്പിലുണ്ടായ വീഴ്ചകൾ സർക്കാരിന്റെയും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും പരാജയത്തിന് കാരണമായി എന്നാണ് അവരുടെ പ്രതികരണം.